സങ്കല്പങ്ങൾ ആണ് ജഗത് പ്രതീതിയായിട്ട് മാറുന്നത് എന്ന് പറയുന്നു. അതേ കാര്യം ഇവിടെ പറയുന്നു. എൻ്റെ അനുഭവ മണ്ഡലമാകുന്ന ഈ വൃക്ഷം അതിനെ ചൈതന്യവത്താക്കുന്നത് ഞാൻ എന്നാണ്. ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനെ അശ്വത്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ വാക്കിനൊരർത്ഥം അരയാലെന്നാണ്. പക്ഷേ അതിലപ്പുറം സംസ്കൃതത്തിൽ അതിനൊരർത്ഥമുണ്ട്. ഇപ്പം നാളെ നിലനിൽക്കാത്തത്, നാളേക്ക് നിലനിൽപ്പില്ലാത്തതാണ് സംസാരം. ക്ഷണികമാണ്, നശ്വരമാണ്, താൽക്കാലികമാണ്. അപ്പം നമ്മളുടെ എല്ലാ ദുഃഖമായാലും സുഖമായാലും ഒക്കെ നമ്മൾ ഒന്ന് നോക്കിയാൽ അതിൻ്റെ ഡ്യൂറേഷൻ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഓർമ്മകളാണുള്ളത്. ഈ ഓർമ്മകളെ ആണ് നമ്മൾ കൊണ്ട് നടന്ന് ദുഃഖമായി താലോലിച്ച് കൊണ്ട് നടക്കുന്നത്. എത്ര കാലം നമ്മൾ അതിനെ താലോലിക്കുന്നു അത്രത്തോളം അത് സ്ട്രോങ് ആയിട്ട് നിൽക്കും. എത്രത്തോളം അത് സ്ട്രോങ് ആവുന്നു അത് അനുഭവമായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനെ വീണ്ടും ഒരു വാസനയായിട്ട് മാറാതിരിക്കാൻ നോക്കുക എന്നുള്ള. മനസ്സിലൊരു സങ്കല്പം വരുന്ന സമയത്ത് അതുമായിട്ട് ചേർന്ന് നിൽക്കാതെ ഇരിക്കുക. അപ്പോൾ അതിന് ബലം ഉണ്ടാവില്ല. അതുമായിട്ട് ചേർന്നു ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന തലത്തിലേക്ക് നമ്മൾ അഹങ്കാരം ചേരുക പറയും. അപ്പോൾ ചെയ്യുന്ന തലത്തിൽ അഹങ്കാരം ചേരുമ്പോൾ കർത്തൃത്വം, അനുഭവിക്കുന്ന തലത്തിൽ അഹങ്കാരം ചേരുമ്പോൾ ഭോക്തൃത്വം. കർത്തൃത്വവും ഭോക്തൃത്വവും ചേർന്ന് കഴിഞ്ഞാൽ അത് കർമ്മവാസനകളായിട്ട് മാറും. കർമ്മവാസനകളായി മാറിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഉയർന്നു വരും, വീണ്ടും നമ്മളെ കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കും. അപ്പോൾ അഹങ്കാരം ചേരും, കർമ്മവാസനകൾ. ഈ ഒരു ചക്രമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, സംസാര വൃക്ഷത്തിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അതുമായിട്ട് ചേരാതിരിക്കുക എന്നുള്ളതാണ്. അനുഭവങ്ങളെല്ലാം ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് മൂന്നും ആയിട്ട് ചേർന്നിരിക്കാത്തൊരു സമയമുണ്ടെങ്കിൽ നമുക്ക് അനുഭവങ്ങളില്ല. നല്ല ഉറക്കത്തിൽ അനുഭവങ്ങളൊന്നുമില്ല. അനുഭവങ്ങളൊന്നുമില്ല എന്നൊരനുഭവമേ നമുക്കുള്ളൂ. ഇതെല്ലാവരും അനുഭവമാണ്. നിത്യ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാം. അന്നേരം നമ്മൾ ഈ ദേഹമായിട്ടോ മനസ്സുമായിട്ടോ ബുദ്ധിയുമായിട്ടോ ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോൾ ഈ ദേഹവും മനസ്സും ബുദ്ധിയും കൂടി നമ്മുടെ അനുഭവ മണ്ഡലങ്ങൾ രൂപപ്പെടുത്തി വരുന്ന സമയത്ത് അതുമായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ, ചേരാതെ മാറി നിന്ന് കഴിഞ്ഞാൽ സംസാരത്തിൽ നിന്ന് മുക്തമാവും. നമ്മളതിനോട് ചേർന്ന് കഴിഞ്ഞാൽ സംസാരം ശക്തമാവും. മാറി നിന്നാൽ സംസാരത്തിൽ നിന്ന് മുക്തനാവും. ഇതുകൊണ്ട് അവിടെ പറഞ്ഞു ഞാനാണ് ഈ സംസാരത്തിനെ ചൈതന്യവത്താക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ സംസാരം നിലനിൽക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നിലനിൽക്കുള്ളൂ. അതിൻ്റെ ആധാരം ആത്മാവാണ്. അപ്പോൾ ഈ സംസാരത്തിൽ നിന്നും ആത്മാവിനെ മാറ്റിക്കഴിഞ്ഞാൽ സംസാരമില്ല. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ സംസാരമുക്തി എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യുക. അത് ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്തം. അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട്, വൈരാഗ്യം, ഡിറ്റാച്ച്മെൻറ്റ് എന്ന ആയുധം കൊണ്ട് അതിനെ മുറിച്ചു മാറ്റണം. ദൃഢമായി മുറിച്ചു മാറ്റണം എന്ന് പറയുന്നത്. കണ്ട, ദൃഢമായിട്ട് മുറിക്കാൻ കാരണം ഇതിന് അത്ര പെട്ടെന്നൊന്നും നശിപ്പിക്കാൻ പറ്റില്ല ഈ സംസാര അനുഭവങ്ങൾ. കാരണം നമ്മളതിനെ ബലമാക്കിക്കൊണ്ടിരിക്കും. അരയാലിനെ ഉപമിച്ചത് തന്നെ അങ്ങനെയാണ്. കൊമ്പുകളാണ്. കൊമ്പുകളിൽ നിന്ന് വേരുകൾ ഇറങ്ങിക്കൊണ്ടുള്ളൊരു മരമാണ് അരയാൽ. അപ്പം ഓരോ വേരും വീണ്ടും വളവും വലിച്ചെടുത്ത് കൊമ്പിനെ ശക്തമാക്കുന്നു. അത് പിന്നെ ഇലകളെ സൃഷ്ടിക്കുന്നു. ഇലകൾ വീണ്ടും അതിന് വേണ്ട പോഷകങ്ങൾ പാചകം ചെയ്ത് വീണ്ടും വേരിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഒരു വളർച്ച കൂടുക എന്നല്ലാതെ തളർച്ചയില്ല. തളർച്ച വരണമെങ്കിൽ ഈ വേരിലേക്ക് കിട്ടുന്ന വളവും വെള്ളവും ഇല്ലാണ്ടാവണം. എന്ന് പറഞ്ഞാൽ കർമ്മവാസനകൾ ഇല്ലാണ്ടാവണം. കർമ്മവാസനകൾ ഇല്ലാണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ അഹം ചേരാതിരിക്കണം. ചെയ്യുന്ന കർമ്മങ്ങളെ യോഗമാക്കി മാറ്റണം, കർമ്മയോഗം. അപ്പോൾ എന്തുണ്ടാവും? കർമ്മവാസനകൾ ക്ഷയിക്കും, ചിത്തശുദ്ധി ഉണ്ടാവും. ചിത്തശുദ്ധി ഉണ്ടാവുന്നതിനനുസരിച്ച് സംസാരാനുഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ തത്വത്തിലേക്ക് വരും, ആത്മതത്വത്തിലേക്ക് വരും. ഇതൊക്കെയാണ് ഇവിടെ സംസാരത്തിൻ്റെ
ചൈതന്യമാകുന്നു ഞാൻ എന്ന് പറയാൻ കാരണം ആത്മാവിൻ്റെ ശക്തിയിലാണ് സംസാരം ഉണ്ടാവുന്നത്. ഇതിപ്പോൾ പുരാണം നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് കാണും. ഒന്നായ ഞാൻ പലതാവട്ടെ എന്ന് സങ്കല്പിച്ചു, അപ്പോൾ സങ്കല്പത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി. നമ്മളൊന്ന് ഒരു നിമിഷം നമ്മളൊന്ന് പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സംസാരം ഉണ്ടായത് സങ്കല്പത്തിൽ നിന്നാണെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. ഒന്നായി ഞാൻ പലതാകട്ടെ എന്ന് സങ്കല്പിച്ചു, അപ്പോൾ സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഉണ്ടായതെല്ലാം സങ്കല്പം തന്നെയാണ്. സങ്കല്പങ്ങളുടെ തലത്തിലാണ് ജഗത് പ്രതീതി ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ വേദാന്തത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഈ തലത്തിലേക്ക് സയൻസ് എത്തിച്ചേർന്നിട്ടില്ല. സയൻസ് ഇപ്പോഴും ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം സത്യമാണ് എന്ന തലത്തിൽ നിന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്ന് ഓരോ തലത്തിലായിട്ട് എത്തി ഒരു ദിവസം ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ്. ഇപ്പോൾ അവരെത്തി നിൽക്കുന്ന ഒരു ബിഗ് ബാങ് തിയറിയിലൊക്കെയാണ്. പെട്ടെന്നൊരു ബിഗ് ബാങ്, ഒരു പ്രൈമറി എഗ് ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് വികസിക്കാൻ തുടങ്ങി, അത് വികസിച്ച് ഇങ്ങനെ ലോകമായി മാറി എന്നൊക്കെയാണ്. അത് എന്തുകൊണ്ട് വികസിച്ചു അങ്ങനൊരു ചോദ്യം പിന്നെയുണ്ട്. ആ വികസിക്കാനുണ്ടായിരുന്ന സാധനം അതെന്തായിരുന്നു, എന്തിനത് വികസിച്ചു? അപ്പോൾ അത് ഡെൻസായിരുന്നു, ഹോട്ടായിരുന്നു എന്നൊക്കെ അവർ പറയും. സാന്ദ്രത കൂടിയതായിരുന്നു, വളരെ വലിയ താപമായിരുന്നു, ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ താപവും സാന്ദ്രതയൊക്കെ കൂടിക്കഴിഞ്ഞത് വികസിക്കണം എന്നൊരു നിയമം അങ്ങനെ ഉണ്ടായി. അവിടെ ഒരു ചോദ്യം വരും, ആ നിയമം എവിടെ നിന്നുണ്ടായി? എന്താണ് ആ നിയമം? ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു, പ്രകൃതിയിലെ മാറ്റമില്ലാത്ത സകല നിയമങ്ങളും ഞാനാകുന്നു ശ്രീകൃഷ്ണൻ പറയുന്നു. മാറ്റമില്ലാത്ത നിയമങ്ങൾ. വെള്ളം 100 ഡിഗ്രി തിളയ്ക്കുന്നത് മാറ്റമില്ലാത്തൊരു നിയമമാണ്. അപ്പം വെള്ളം 100 ഡിഗ്രി തിളയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭഗവാൻ ഓർമ്മ വരണം, മാറ്റമില്ലാത്തൊരു നിയമം. എന്നും രാവിലെ അടുക്കള കയറി ചായ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ദർശനമുണ്ട് അവിടെ. ഒരു ബൾബ് കത്തണമെങ്കിൽ കറണ്ട് പാസ് ചെയ്ത് ഫിലമെൻ്റ് കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ബൾബ് കത്തണമെന്നത് മാറ്റമില്ലാത്തൊരു നിയമമാണ്. അതിൽ ദൈവമാണ്. നമ്മളങ്ങനെ ദൈവത്തിനെ കാണാൻ പഠിച്ചിട്ടില്ല. നമ്മളെ മനസ്സിൽ ഇപ്പോഴും ദൈവം ഒരാളിൻ്റെ രൂപത്തിലുള്ളതും പായസം കുടിക്കണ ദൈവവും അപ്പം തിന്നണ ദൈവമൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ദൈവങ്ങളുടെ തത്വം എന്താണ് എന്നറിയുമ്പോഴാണ് നമ്മൾ ഈ തലത്തിലേക്ക് എത്തുള്ളൂ. ഇതൊക്കെ ഇതിനകത്തുണ്ട്. എല്ലാവിധ അനുഭവങ്ങളും സംസാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. സംസാരത്തിന് ആധാരമായിരിക്കുന്നത് ആത്മാവാണ്. അപ്പോൾ ഇവിടെ ത്രിശങ്കു മഹർഷി ഞാൻ ആത്മാവാണ് എന്ന ബോധത്തിലാണ് സംസാരിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഒരു പ്രപഞ്ചത്തിൻ്റെ രഹസ്യം പറയണം. ആത്മാവിലാണ് സംസാരം, അനുഭവമണ്ഡലങ്ങൾ രൂപപ്പെടുന്നത്. ആത്മാവിൽ നിലനിൽക്കുന്നു, ആത്മാവിലേക്ക് അത് ലയിക്കുന്നു. ആത്മാവിലാണ് എല്ലാം. ആത്മാവില്ലെങ്കിൽ സംസാരം ഇല്ല. അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് സംസാരമായി കാണപ്പെടുന്നത്. ഇനി ആത്മാവിനെ നമ്മൾ ദൈവമാണ് എന്ന് വിചാരിക്കുക. നമ്മളങ്ങനെയാണല്ലോ പറയുക, ആത്മാവും ദൈവവും ഒന്നാണ്, പരമാത്മാവ്. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടിയായി കാണപ്പെടുന്നത് ദൈവമാണ്. ഈശ്വരനെ കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈശ്വരനെ കാണാനുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ ഈശ്വരനെ കാണുന്ന അമ്പലങ്ങളിലേക്ക് ഓടണം. നമ്മൾ മനസ്സിലങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവിടെയാണ് ദൈവം. എന്നിട്ട് നമ്മൾ അപ്പുറം മാറി എന്ന് പറയും ദൈവം സർവ്വവ്യാപിയാന്ന് പറയും ചെയ്യും. സർവ്വവ്യാപിയാണെങ്കിൽ എല്ലാം ദൈവം ആവണ്ടേ? നമ്മൾക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ അറിവില്ലായ്മയല്ല, അറിവുണ്ട്, പക്ഷെ അതുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നില്ല. അത് ശ്രമിക്കുമ്പം എന്താണ്, നമ്മുടെ അതുവരെയുള്ള അറിവിൽ നിന്നും ഒരു സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു പുതിയ ലോകമാണ് നമ്മളുടെ മുന്നിൽ തുറന്നു വരുന്നത്. അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. പലപ്പോഴും അത് പറ്റില്ല. കാരണം നമ്മൾ ഒരുപാട് വിശ്വാസങ്ങളിൽ കുടുങ്ങി ആ ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് ശരി എന്നുള്ളത്. പലപ്പോഴും അതിനൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് സോണിന് പുറത്തേക്ക് വരേണ്ടി വരും. അല്പം ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും, ഒരു സുഖമില്ലായ്മ. ആ സുഖമില്ലായ്മ ഫേസ് ചെയ്യാൻ നമുക്ക് മടിയാണ്. അതുകൊണ്ട് എന്താണ്, അറിവിൻ്റെ തലത്തിലേക്ക് വരാൻ നമുക്ക് പറ്റുന്നില്ല. ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾക്ക് തത്വങ്ങൾ പറയാത്തതുകൊണ്ടല്ല, ഇഷ്ടംപോലെ ക്ലാസ്സുണ്ട്, ഇഷ്ടംപോലെ സത്സംഗങ്ങളുണ്ട്, ഒരുപാട് ആൾ പങ്കെടുക്കണമുണ്ട്. കേട്ട് കൈയടിച്ച് എണീറ്റ് പോവുക, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു പോവുക എന്നല്ലാതെ കേട്ടതിനെ, അറിവിനെ ജീവിതത്തിലേക്ക് പകർത്തും. ഇവിടെ ത്രിശങ്കു മഹർഷി കൃത്യമായിട്ട് വിളിച്ചു പറയും, ഈ അനുഭവങ്ങളെയൊക്കെ ഞാനാണ് ബലമാക്കി നിർത്തുന്നത്, ഞാനാണ് ഇതിൻ്റെ ചൈതന്യം. ഈ ജഡപ്രകൃതിയുടെ ആത്മാവായിരിക്കുന്നത്, അതിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ തന്നെയാണ് പ്രകൃതിയെ നിലനിർത്തുന്നത്.
ഞാൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയല്ല, വ്യക്തിയിലെ ചൈതന്യം. ആ ചൈതന്യവും നമ്മുടെ ചൈതന്യവും കൂടി വ്യത്യാസമില്ല, എല്ലാം ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും അനുഭവ മണ്ഡലങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഉയർന്നു വരുന്നു, അയാളാണ് അതിനെ നിലനിർത്തുന്നത്. ഇതിൽ നിന്നൊരു മാറ്റം എങ്ങനെയാണ് ഉണ്ടാവുക? ആ വ്യക്തിയുടെ സങ്കല്പങ്ങൾ മാറുമ്പോൾ അയാളുടെ അനുഭവ മണ്ഡലങ്ങൾ മാറും. അത് പെട്ടെന്ന് മാറില്ല. ഇപ്പോൾ ഇവിടെ നിൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, എനിക്ക് വലിയ പൈസക്കാരനാവണം അങ്ങനെ വിചാരിച്ചാലാവും, ഇല്ല. ഓരോ സങ്കല്പത്തിനും അതിൻ്റെ കാലമുണ്ട്. ഒരു നിമിഷം നമ്മളിരുന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ ഈ ലോകത്ത് കോടാനുകോടി ജനമുണ്ട്, എങ്ങനെ ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങൾ വേറെ വേറെയായി വരുന്നു? എല്ലാവരും ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും പല പല അനുഭവങ്ങളാണ്. അപ്പോൾ ആലോചിക്കേണ്ട. അപ്പം നമ്മൾ ഒരു പൂജ ചെയ്യുമ്പം, വഴിപാട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അവനവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സങ്കല്പങ്ങളുടെ ആ പ്രോഗ്രാമിങ്ങിനെ ഒന്ന് മാറ്റി ചെയ്യും, ഒന്ന് മോഡിഫൈ ചെയ്യും. പിന്നീടുണ്ടാവുന്ന സങ്കല്പങ്ങൾ അനുസരിച്ച് അനുഭവങ്ങൾ വരണം. ഇത് സങ്കല്പങ്ങൾ വളർന്ന് വളർന്ന് സംസാരം നിലനിൽക്കാൻ കാരണം. അതേസമയം ആ സങ്കല്പങ്ങൾ ഉയർന്ന് അനുഭവങ്ങളായിട്ട് വന്നു കർമ്മങ്ങളായിട്ട് മാറുമ്പോൾ അതിനോട് ചേരാതെ, അതായത് കർത്തൃത്വം ഇല്ലാതെ, ഭോക്തൃത്വമില്ലാതെ അതിനങ്ങോട്ട് പാസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് പോയി. പിന്നെ പുതിയ കർമ്മവാസന ഉണ്ടാവുന്നില്ല. ഉള്ള കർമ്മവാസനകളെ ഇതുപോലെ ക്ഷയിപ്പിച്ച് കഴിഞ്ഞാൽ സംസാരത്തിൽ നിന്ന് മുക്തിയായി. ഇതാണ് ഈ പറഞ്ഞതിനകത്തെ രഹസ്യം. നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാനുള്ളൊരു വാക്കാണ് അഹം വൃക്ഷസ്യ രേരിവ.